കെ മുരളീധരന്റെ മൂന്നാം സ്ഥാനം തൃശൂർ കോൺഗ്രസിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയാണ്. നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ടി എൻ പ്രതാപൻ ഇനി ഒരു വാർഡിൽ പോലും ജയിക്കില്ലെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും പ്രവർത്തകർ പോസ്റ്ററിലൂടെ ആവശ്യപ്പെടുകയാണ്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, നേതൃത്വത്തിനെതിരെ വളരെ ശക്തമായ വിമർശനം ഉയരുമ്പോൾ ഏതൊക്കെ ഭാഗത്താണ് ഇപ്പോൾ ഈ പോസ്റ്ററുകൾ ഉള്ളത്? പ്രവർത്തകരുടെ അവിടുത്തെ ഒരു പൊതുവികാരം എന്താണ്? ലിബീഷ്, ഇന്നലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ തൃശ്ശൂരിൽ ഒഴികെ മറ്റെല്ലായിടത്തും വലിയ സന്തോഷത്തിലാണ് പ്രവർത്തകർ. അല്ലെങ്കിൽ അതാത് DCC നേതൃത്വങ്ങളും സംസ്ഥാന നേതൃത്വവും ഉൾപ്പെടെ 18 സീറ്റ് ലഭിച്ചത് വലിയ ആഹ്ലാദത്തിലാണ്. എന്നാൽ തൃശ്ശൂരിലേക്ക് വരിക നേരെ മറിച്ചാണ് ഇപ്പോഴത്തെ തൃശ്ശൂരിലെ അവസ്ഥ. പൊട്ടിത്തെറികൾക്ക് തുടക്കം വെച്ചിരിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടം എന്നോണമാണ് ഇപ്പോൾ DCC ഓഫീസിന് മുന്നിലും DCC ഓഫീസിന്റെ മതിലിലും ഉൾപ്പെടെ ഇന്ന് കണ്ട പോസ്റ്ററുകൾ. ഈ പോസ്റ്ററുകളിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് TN പ്രതാപന് ഇനി ഒരു വാർഡിൽ പോലും സീറ്റില്ല. മാത്രമല്ല DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണം. ഇത്തരത്തിൽ എഴുതിയ പോസ്റ്ററുകളാണ് തൃശൂർ DCCയുടെ മതിലിലും ഉൾപ്പെടെ DCC ഓഫീസിന്റെ മുൻവശത്തും പല സ്ഥലങ്ങളിലുമായി ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. നമുക്കറിയാം, ഇന്നലെ കെ മുരളീധരൻ വലിയ രീതിയിലാണ് പരാജയപ്പെട്ടത്. കേരളത്തിൽ മറ്റെല്ലായിടത്തും വലിയ വിജയം UDF നേടിയപ്പോൾ തൃശ്ശൂരിൽ കെ മുരളീധരൻ ഏറ്റുവാങ്ങേണ്ടി വന്നത് വലിയ പരാജയമാണ്. ഈ പരാജയം ഏകദേശം ഇന്നലെ ഉറപ്പിച്ച ഒരു സമയം. ഉച്ചയോടെ തന്നെ മുരളീധരൻ തോൽക്കുന്ന ഒരു ഘട്ടം ഉറപ്പിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ജോസ് വള്ളൂരും അതുപോലെ TN പ്രതാപനും മുരളീധരൻ നടത്തറയിൽ ഉള്ള വീട്ടിലേക്ക് എത്തിയിരുന്നു, കാണാനായി എത്തിയിരുന്നു. കടുത്ത വിമർശനമാണ് ആ വീട്ടിൽ വെച്ച് മുരളീധരൻ ഇരുവരോടും പ്രകടിപ്പിച്ചെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പണിയെടുക്കാൻ അറിയില്ലെങ്കിൽ DCC പിരിച്ചുവിട്ടുകൂടെ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും കൃത്യമായ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ തൃശ്ശൂരിൽ നടത്തിയിട്ടില്ല എന്ന് കെ മുരളീധരൻ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിൽ ഒരു ആദ്യ പ്രതികരണം തന്നെ അവരോട് നടത്താൻ. മാത്രമല്ല, ഇന്നലെ രാവിലെ മുതൽ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കെ മുരളീധരന്റെ പ്രതികരണത്തിനായി അവിടെ കാത്തുനിന്നിരുന്നു. അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. അവസാന ഫലം വന്നതിന് ശേഷമേ അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തിയാലോ എന്നൊരു പ്രതീക്ഷ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പ്രതികരണം പിന്നെ നടത്തിയാൽ പോരെ എന്ന് വെച്ചിട്ടാണ് അദ്ദേഹം വൈകിട്ട് വരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരുന്നത്. വൈകിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണെങ്കിൽ കടുത്ത വിഷമത്തിലായിരുന്നു അദ്ദേഹം. ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയി. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച് താൻ ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല, പാർട്ടിയിലെ കോൺഗ്രസിലെ ഒരു സ്ഥാനത്തിലും താനില്ല, താനൊരു സാധാ പ്രവർത്തകനായി തുടരും, കുറച്ചു നാളത്തേക്ക് ഞാൻ ഈ വലിയ പ്രവർത്തനങ്ങളിൽ തന്നെ മാറി നിൽക്കുന്നു എന്നാണ്. മാത്രമല്ല, തന്നെ കുരുതി കൊടുക്കുകയായിരുന്നു. ആ കുരുതിക്ക് താൻ നിന്നുകൊടുത്തു. അതിൽ തനിക്ക് ഖേദമുണ്ട്. താൻ വടകരയിലാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചേനെ, ഇനി ഈ യുവാക്കൾ കടന്നു വരട്ടെ എന്നൊരു രീതിയിലുള്ള കടുത്ത വിഷമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ. കണ്ണുകൾ ഒരുപക്ഷെ നിറഞ്ഞിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരം വലിയ വിഷമത്തിലായിരുന്നു അദ്ദേഹം തൃശ്ശൂരിലെ പരാജയം. അതിന് പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറയുന്നത് തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ വലിയ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് ഒല്ലൂർ. ഈ ഒല്ലൂർ ഉൾപ്പെടെ 6 മണ്ഡലങ്ങളിൽ പുറകോട്ട് പോയത് കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം നടത്താത്തത് കൊണ്ട്, ഒറ്റ കാരണം കൊണ്ട് മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആകെ അദ്ദേഹത്തിന് ഒന്നാമതെത്തിയത് ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ്. മറ്റ് ക്രിസ്ത്യൻ മേഖല ക്രിസ്ത്യാനിറ്റി കൂടുതലുള്ള ഒല്ലൂർ മണ്ഡലം ഉൾപ്പെടെ. അത് മാത്രമല്ല, രണ്ട് സമുദായങ്ങൾ തന്റെ വോട്ടുകൾ കൃത്യമായി അടിയൊഴുക്കുകളുണ്ടായി ചോർന്നുപോയി. ഇതെല്ലാം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര വലിയൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നാണ് അദ്ദേഹം കടുത്ത വിഷമത്തോടെ ഇന്നലെ പറയുന്നത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് DCC നേതൃത്വത്തിലേക്കാണ്, TN പ്രതാപനിലേക്കാണ് എന്നതാണ് മറ്റൊരു വശം. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് കൃത്യമായ രീതിയിൽ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളുടെ ആദ്യഘട്ടം എന്ന രീതിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ വിഷയത്തിൽ ഇന്നലെ തന്നെ KPCC അധ്യക്ഷൻ പറഞ്ഞിരുന്നു, ഈ തൃശ്ശൂരിലെ തോൽവിയെ കുറിച്ച് വലിയ ആഴത്തിൽ തന്നെ പഠിക്കുമെന്ന് പറഞ്ഞത്. അതായത് തൃശ്ശൂരിലെ തോൽവിയാണ് ഇനി മുതൽ നാളെ വാർത്തകളിൽ ഇടം നേടാനുള്ളതും ചർച്ചകൾക്ക് വഴിവെക്കാനുള്ളതും. വലിയ പൊട്ടിത്തെറികളിലേക്ക് ഒരുപക്ഷെ നീങ്ങുന്ന വലിയൊരു കാര്യം ഈ തൃശ്ശൂരിലെ തോൽവിയാണ്. എന്തായാലും ഈ തോൽവിയിൽ പ്രവർത്തകരെല്ലാം കടുത്ത അമർഷത്തിലാണ്. ഇന്നലെ തന്നെ LDFന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നിരുന്നു. അതായത് കെ രാജനും അതുപോലെ തന്നെ സുനിൽകുമാർ, സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാറും പറഞ്ഞിരുന്നു അവർക്ക് നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 14,000-ഓളം വോട്ടുകൾ അധികം ലഭിച്ചു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള വോട്ടുകളുടെ ചോർച്ചയാണ് സുരേഷ് ഗോപിക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ എത്തി വിജയിക്കാനായത്. അതുകൊണ്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ ആഴത്തിൽ പരിശോധിക്കണം എന്നുള്ളൊരു ആരോപണമാണ് കെ രാജനും അതുപോലെ
അതുപോലെ തന്നെ വി എസ് സുനിൽകുമാറും ഉൾപ്പെടെ ഇന്നലെ തന്നെ അതായത് LDF-ഉം കെ മുരളീധരനും ഉൾപ്പെടെ പറയുന്നത് കൃത്യമായി തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ വീഴ്ചയാണ് ഇത്തരത്തിൽ വലിയൊരു പരാജയം കെ മുരളീധരനെ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നാണ് ഇന്നലെ തന്നെ കെ മുരളീധരനും അതുപോലെ തന്നെ LDF-ഉം പറഞ്ഞത്. എന്തായാലും ഈ ഒരു വലിയ വിവാദങ്ങൾക്കാണ് ഇന്നലെ തുടക്കം കുറിച്ചതിന്റെ ആദ്യ പൊട്ടിത്തെറി എന്ന് വേണം നമുക്ക് ഈ പോസ്റ്റർ വിവാദത്തിലൂടെ മനസ്സിലാക്കി. ഇനി വരും ദിവസങ്ങളിൽ DCC നേതൃത്വവും TM പ്രതാപനും ഉൾപ്പെടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറയേണ്ടി വരും. ഈ നിമിഷം വരെ ഇരുവരും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ ഇരുവരുടെയും ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇന്ന് 11 മണിയോടെ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. പത്മജ നേരത്തെയും പറഞ്ഞിരുന്നു പിന്നിൽ നിന്നും ഉള്ള കുത്ത് ഉറപ്പായും സഹോദരനായ മുരളീധരൻ ഉണ്ടാവും. മുരളീധരൻ ഇപ്പോൾ മനസ്സിലാവില്ല, പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഈ വിഷയത്തിൽ എല്ലാവരും വലിയ എതിർപ്പാണ് DCC നേതൃത്വത്തിന് ഉന്നയിക്കുന്നത്. ഇനിയിപ്പോ പത്മജ വേണുഗോപാൽ ഉന്നയിക്കാൻ പോകുന്നതും ഒരുപക്ഷെ ഈ വിഷയങ്ങൾ തന്നെയായിരിക്കും. എന്തായാലും സുരേഷ് ഗോപി വലിയ വിജയമാണ് ഇന്നലെ നേടിയിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സുരേഷ് ഗോപിക്ക് ഇന്ന് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് തൃശ്ശൂരിൽ ഒരുക്കിയിരുന്നത്. ഇന്നലെ പറഞ്ഞിരുന്നത് നെടുമ്പാശ്ശേരിയിൽ വന്ന് വിമാനമിറങ്ങി അവിടെ നിന്നും കാറുകളുടെ അകമ്പടിയോ തൃശ്ശൂരിലെത്തണമെന്ന്. അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിയ ശേഷം അവിടുന്ന് നേരെ കാറിൽ പുഴയ്ക്കലിലുള്ള ഹയാത്ത് ഹോട്ടലിലെത്തും. അവിടെ നിന്ന് ബൈക്ക് റാലി അടക്കം സജ്ജീകരിച്ച് പുഴയ്ക്കലിൽ നിന്നുമാണ് തൃശ്ശൂരിലേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി എത്തുക. MG റോഡ് വഴി നേരെ സ്വരാജ് റൗണ്ടിൽ കയറി മണികണ്ഠനാലിൽ നിന്ന് വലിയ പ്രകടനം ആരംഭിക്കും. സ്വരാജ് റൗണ്ട് ചുറ്റും അതേസമയം തന്നെ 7 മണ്ഡലങ്ങളിലും BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് വലിയൊരു ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ തൃശ്ശൂരിൽ നടക്കുന്ന സ്വരാജ് റൗണ്ടിൽ നടക്കുന്ന ഈ വലിയ പ്രകടനത്തിൽ സുരേഷ് ഗോപി വോട്ടർമാരെ അഭിസംബോധന ചെയ്യും. BJPയുടെ ഭാഗത്തു നിന്നും വലിയ ആഹ്ലാദത്തിലാണ് പ്രവർത്തകർ. കാര്യം അവർക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. കേരളത്തിൽ മറ്റെവിടെ പോലും ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിലും കേരളത്തിലെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. അതും സുരേഷ് ഗോപി, അതും തൃശ്ശൂരിൽ എടുക്കും എന്ന് പറഞ്ഞ അവസാനം അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. തൃശ്ശൂർ അദ്ദേഹം എടുത്തു കഴിഞ്ഞു. അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് തൃശ്ശൂരിലെ BJP പ്രവർത്തകർ. എന്നാൽ മറിച്ച് DCC-യിൽ വരുമ്പോഴേക്കും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തേക്ക് വരും വലിയ പൊട്ടിത്തെറികളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കാരണം അതിന്റെ തുടക്കം ഇന്ന് കുറിച്ചിരിക്കുന്നു. DCC-യുടെ മതിലിൽ ഉൾപ്പെടെ TM പ്രതാപനെതിരെയും ജോസ് വള്ളൂരിനെതിരെയും പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നു. ലിബീഷ്. കെ മുരളീധരന്റെ തോൽവിയിൽ തൃശൂരിലെ കോൺഗ്രസിൽ തിരയിളക്കം. നേതൃത്വത്തിനെതിരെ DCC ഓഫീസിന്റെ മതിലിൽ തന്നെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിനിടെ TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും ഇന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും പത്മജ വേണുഗോപാലും ഇന്ന് മാധ്യമങ്ങളെ കാണും. സഖ്യത്തിലല്ലാതെ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ BJPക്ക് കഴിയാതെ വന്നതിനാൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഇനി എന്തെല്ലാമാകുമെന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. ആന്ധ്രയിൽ വിജയത്തേരോട്ടം നടത്തിയ ചന്ദ്രബാബു നായിഡുവും NDAയിലേക്ക് ചേക്കേറി അധികകാലമായിട്ടില്ലാത്ത നിതീഷ് കുമാറുമാകും ഇനി ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി നിശ്ചയിക്കുക.